Hi friends, welcome to jojistechworld. ഇന്നത്തെ വിഷയം ഒരു 5 ടേംസ്, ഒരു 6 ടേംസ് ഉണ്ട്. 6 ടേംസിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ടേംസാണ്. അത് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കുന്നുണ്ടാണ്. ഇത് പലപ്പോഴും ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഒരു സിവിൽ എഞ്ചിനീയർ നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് നിലയ്ക്ക് നമുക്കിതെല്ലാം അറിഞ്ഞിരുന്നേ പറ്റൂ. മിക്കവാറും നമുക്ക് അറിയാമായിരിക്കും, പക്ഷേ ചില ടേംസ് അറിയില്ലായിരിക്കാം. അന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു പോകാം. സോ നമുക്ക് ഈ 6 ടേംസിൽ ഫസ്റ്റ് പി സി സി എല്ലാവർക്കും അറിയാം, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റ്, സാൻഡ്, പിന്നെ കോയേഴ്സ് അഗ്രിഗേറ്റ്, പിന്നെ കുറച്ച് വെള്ളം. ഈ 3-4 ഐറ്റം കൂടി കഴിഞ്ഞാൽ പി സി സി ആയി. ഇതധികം നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്ലിന്ത് ബീമിൻ്റെ അവിടെ പ്ലിന്ത് ഏരിയയിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഫൂട്ടിങ്ങിൻ്റെ ആ ഭാഗത്ത് ഉപയോഗിക്കും. ഫസ്റ്റ് ഇത് ഇട്ടിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ RCC സ്ട്രക്ചറൊക്കെ വരുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പി സി സി ഉപയോഗിക്കാറ്. ഇതിൻ്റെ കൂടെ ഈ പി സി സിയുടെ കൂടെ നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ, അതായത് സ്റ്റീലിംഗ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, പി സി സി RCC ആയിട്ട് മാറും, റീഎൻഫോഴ്സ് സിമെൻറ്റ് കോൺക്രീറ്റ് ആയിട്ട് മാറും. അതാണ് സെക്കൻഡ്. പി സി സി പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, RCC റീഎൻഫോഴ്സ് സിമെൻറ്റ് കോൺക്രീറ്റ്. അത് നമുക്കറിയാം, RCC അല്ലെങ്കിൽ RC എന്നൊക്കെ പറയുന്നതിന് RC എന്നും ചിലർ പറയാറുണ്ട്. അപ്പോൾ റീഎൻഫോഴ്സ് സിമെൻറ്റ് കോൺക്രീറ്റ് ഫസ്റ്റ്, പി സി സി പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, സെക്കൻഡ് ഈസ് റീഎൻഫോഴ്സ് സിമെൻറ്റ് കോൺക്രീറ്റ്. ഇത് കുറേ കാലം മുമ്പ് ശരിക്കും സ്റ്റീല് ആയിരുന്നില്ല പലപ്പോഴും ഉപയോഗിച്ചിരുന്നത്. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് സ്റ്റീലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഇത് ഈ പി സി സി വെച്ച് മാത്രമാണ് കോളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഇതിൻ്റെ കൂടെ ഈ ടെൻഷൻ, അപ്പോൾ പി സി സി മാത്രമേ കംപ്രഷൻ താങ്ങുള്ളൂ. അപ്പോൾ ഇതിന് ടെൻഷൻ കൊണ്ട് താങ്ങണമെങ്കിൽ സ്റ്റീൽ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതെന്ന് പിന്നെ മനസ്സിലായിട്ടാണ് ഈ പി സി സി RCC സ്ട്രക്ചറിലേക്ക് മാറിയത്. അപ്പോൾ ആദ്യത്തെ എന്തായാലും നമ്മൾ യൂസ് ചെയ്ത് പി സി സി ആയിരുന്നു മൊത്തത്തിൽ. പിന്നെ ഈ ഒരു ഇൻവെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു കണ്ടുപിടുത്തം വന്നേ പിന്നെയാണ് നമ്മൾ അതിൽ സ്റ്റീൽ ആഡ് ചെയ്തിട്ട് അത് റീഎൻഫോഴ്സ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന ലെവലിലേക്ക് മാറിയത്. സോ RCC ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി RBC എന്ന് വെച്ചാൽ റീഎൻഫോഴ്സ് ബ്രിക്ക് കോൺക്രീറ്റ്. അപ്പോൾ ആ റീഎൻഫോഴ്സ് സിമെൻറ്റ് കോൺക്രീറ്റ് പ്ലസ് ബ്രിക്ക്, RCC പ്ലസ് ബ്രിക്ക് വരുന്നതാണ് ആ റീഎൻഫോഴ്സ് ബ്രിക്ക് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് വരെ ഉപയോഗിച്ചൊരു സംഭവമാണ്. നമുക്ക് ഈ വാർക്കൊക്കെ വാർക്കുമ്പോൾ, അതായത് നമ്മുടെ റൂഫൊക്കെ വാർക്കുമ്പോൾ ഈ എന്തായാലും നമ്മൾ RCC ആണത്. അത് നമ്മൾ കമ്പി ഇട്ടിട്ട് ബാക്കി സിമെൻറ്റ്, സാൻഡ്, കോഴ്സ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് എക്കണോമിക്കലി കുറച്ചുകൂടെ വയബിൾ ആക്കാൻ വേണ്ടിയിട്ട്, കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ കോൺക്രീറ്റ് കുറച്ചിട്ട് അതിന് പകരം കട്ട എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ബ്രിക്ക് എടുത്ത് വയ്ക്കുക എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ വേക്കൻ്റ് അങ്ങനെ ആ സ്പേസുകളൊക്കെ, അതായത് കോൺക്രീറ്റ് വന്ന സ്പേസുകളൊക്കെ നമ്മൾ ബ്രിക്ക് വെച്ചിട്ട് കവർ ചെയ്ത് പോകും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിക്കിൻ്റെ ഒരു കംപ്രഷൻ സ്ട്രെങ്ത് എന്തായാലും കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ അത്രയും വരില്ല, അത് നമുക്കറിയാം. അപ്പോൾ അത് ശരിക്കും ഈ ലോഡ് ബിയറിങ്ങിനെ ബാധിക്കും. അപ്പോൾ എൻജിനീയേഴ്സ് ഒരിക്കലും ഈ RBC, അതായത് റീഎൻഫോഴ്സ് ബ്രിക്ക് കോൺക്രീറ്റ് ഒന്നും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ചില ആൾക്കാർ ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നു, ലാഭമാണ് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. ഈ ലാഭം കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടത്തിലേക്ക് ആശിക്കാൻ സാധ്യതയുണ്ട്. ക്രാക്കൊക്കെ വീഴാൻ വളരെ സാധ്യത കൂടുതലാണ്. അതിൻ്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഞാൻ പറഞ്ഞല്ലോ, മറ്റേപോലെ RCC പോലെ ഒരിക്കലും ആവില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് കോസ്റ്റ് ലാഭിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഭാവിയിലേക്ക് അത് ഒരിക്കലും കോസ്റ്റ് എഫക്റ്റീവ് അല്ല. ശരിക്കും അത് ഒരു മണ്ടത്തം തന്നെയായിട്ടേ പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ അധികം ആരും ഉപയോഗിക്കാറില്ല. ഈ ചില വീടിനൊക്കെ ചിലർ ഈ ലാഭം പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. സോ അങ്ങനത്തെ ഒരു RBC എന്ന് പറഞ്ഞാൽ റീഎൻഫോഴ്സ് ബ്രിക്ക് കോൺക്രീറ്റ് ആണെന്ന് മനസ്സിലാക്കുക, RBC. ദെൻ DPC എന്ന് വെച്ചാൽ ഡാം പ്രൂഫ് കോഴ്സ്. നമുക്കറിയാം, അതൊരു ലോഡ് ബിയറിംഗ് സ്ട്രക്ചറൊന്നുമല്ല. അത് നമ്മൾ ഈ സബ് സ്ട്രക്ചറിൽ നിന്ന് മുകളിലേക്ക്, സൂപ്പർ സ്ട്രക്ചറിലേക്ക് പോകുന്ന, അപ്പോൾ ബേസ്മെൻറ്റിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ ഈ ഈർപ്പം, മോയ്സ്ചർ മുകളിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു PCC പോലെ ഒരു മിക്സ്ചർ, വാട്ടർ പ്രൂഫിങ് കോമ്പൗണ്ട് കൂടെ ആഡ് ചെയ്തിട്ട് ഇടുന്ന ഒരു മിക്സ്ചറിനെയാണ് ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഡാംനെസ് പോകാണ്ടിരിക്കാൻ വേണ്ടി വയ്ക്കുന്ന ഒരു ലെയർ ഓഫ് കോൺക്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനാണ് DPC അല്ലെങ്കിൽ ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറയുന്നത്. സോ അത് 4ാമത്തെ. ഇനി 5ാമത്തെ RMC നമുക്കറിയാം, റെഡി മിക്സ് കോൺക്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വലിയ സൈറ്റിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ സാധാരണ റെസിഡൻഷ്യലിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റേ സാധാരണ നമ്മൾ കോൺക്രീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിൽ ഒന്നീ കൈകൊണ്ട് മിക്സ് ചെയ്യും, ഹാൻഡ് മിക്സ് നടത്തും, അല്ലെങ്കിൽ മെഷീൻ മിക്സിങ് ഉണ്ട്. ഇത് എങ്ങനെ നടത്തിക്കഴിഞ്ഞാലും പ്രൊപ്പോർഷൻ ചിലപ്പോൾ 1:2:4 ആണെങ്കിലും 1:1.5:3 ആണെങ്കിലും, ഏത് റേഷ്യോ ആണെങ്കിലും ആ പ്രൊപ്പോർഷൻ ചിലപ്പോൾ കറക്റ്റായിട്ടൊന്നും മിക്സിങ് കറക്റ്റാവില്ല. ഇതിപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഹാൻഡ് മിക്സ് ആയാലും ഈവൻ മെഷീൻ മിക്സ് ആണെങ്കിൽ സൈഡിൽ. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബാച്ചിങ് പ്ലാന്റ് ഉണ്ടാവും. ബാച്ചിങ് പ്ലാന്റിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് അപ്പോൾ തന്നെ റെഡി മിക്സ് കോൺക്രീറ്റ് ഒരു ലോറിക്ക് വന്നിട്ട് നേരെ അതിൻ്റെ പൈപ്പ് വഴിക്ക് അങ്ങ് തട്ടുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം
ഭയങ്കര കുറവ് മതി. അതായത് മിക്സ് കോൺക്രീറ്റിന് വരികയാണല്ലോ, മറ്റേത് കൂട്ടാൻ സമയം പോകും, പിന്നെ ലേബർ കൂടുതലാവും, ഇതിൻ്റെ ജോലിക്കാർ കുറേ വേണ്ടി വരും. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭം തന്നെയാണ് ശരിക്കും അത്. അതുമല്ല ഒരു ബിഗ് ഏരിയ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാം. മറ്റേ മെഷീൻ വെച്ചോ അല്ലെങ്കിൽ ഹാൻഡ് മിക്സ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ വലിയ ഏരിയ ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ പണിക്കാരും കൂടുതലും, ക്യാഷും എക്സ്പെൻസ് കൂടുതലാണ്. പിന്നെ ക്വാളിറ്റി വൈസ് ഇത് ഭയങ്കര നല്ലതാണ് റെഡി മിക്സ് കോൺക്രീറ്റ് എന്നുള്ളത്. അതാണ് RMC എന്ന് പറയുന്നത്. സോ നമുക്കറിയാം വഴികൾ പോകുമ്പോൾ ഇങ്ങനെ ചില ലോറികൾ പോകുമ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കണ്ടില്ലേ, അത് എന്താ ഉറച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കോൺക്രീറ്റിൻ്റെ കൺസിസ്റ്റൻസി നിലനിർത്തി സൈറ്റ് വരെ കൊണ്ടുപോകണം. അപ്പോൾ അതിന് കെമിക്കലും അഡിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അഡ്മിസ്റ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനിൽ കറക്റ്റ് ടെമ്പറേച്ചറിൽ കോൺക്രീറ്റ് സൈഡിലെത്തുന്നു, പിന്നെ ലേയിങ് നടക്കുന്നു, പിന്നെ ക്യൂറിങ് നമ്മൾ ചെയ്യുക. സോ എളുപ്പമുള്ള പരിപാടിയാണ്. അതാണ് RMC കഴിഞ്ഞിട്ട് ഇനി PSC എന്ന് വെച്ചാൽ പ്രീസ്ട്രെസ് കോൺക്രീറ്റ് എന്ന് പറയും. ഈ പ്രീസ്ട്രെസ് കോൺക്രീറ്റിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രീസ്ട്രെസ് കോൺക്രീറ്റിൽ നമുക്കറിയാം നേരത്തെ തന്നെ ആക്കപ്പെട്ട കമ്പി വെച്ചിട്ട് സ്ട്രെസ് ആക്കപ്പെടും. അതായത് കോൺക്രീറ്റിന് മുമ്പ് കമ്പി സ്ട്രെസ്ഡ് ആവും, കൂടുതൽ സ്ട്രെസ് ആക്കി കറക്റ്റ്. അതിപ്പോൾ ഒരു സ്ലാബിന് ഡിസൈൻ വെച്ചിട്ട് എത്ര ലോഡ് ബിയർ ചെയ്യണം, എത്ര ലൈവ് ലോഡ് വരും, ഡെഡ് ലോഡ് വരുന്നൊക്കെ നമുക്ക് നേരത്തെ അനലൈസ് ചെയ്തിട്ട്, അപ്പോൾ ഇത്ര ലൈവ് ലോഡ് ഡെഡ് ലോഡ് വരുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ടെൻഷൻ ആ സ്ട്രെസ് ഈ കമ്പിക്ക് കൊടുക്കുകയാണ്. നേരത്തെ ടെൻഷൻ കൊടുത്തിട്ട് സൈഡിൽ രണ്ടും കെട്ടിവെക്കും. അപ്പോൾ ടെൻഷൻ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരാൻ പോകുന്ന ലൈവ് ലോഡിനെ ഇത് കമ്പാറ്റബിൾ ആയിരിക്കും. എന്നുവെച്ചാൽ ക്രാക്ക് ഒട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ പ്രീസ്ട്രെസ് കോൺക്രീറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്രാക്ക് ഫോർമേഷൻ ഒട്ടും ഉണ്ടാവില്ല. അത് വരുന്ന ഡിസൈൻ ലോഡിന് നമുക്കറിയാമല്ലോ, എത്ര വരുന്ന അറിഞ്ഞിട്ടാണല്ലോ ഈ സ്ട്രെസ് കൊടുക്കുന്നത്. സോ പിന്നെ ഇതുകൊണ്ട് തന്നെ ഡെഡ് ലോഡ് ഓഫ് ദ സ്ലാബ് വളരെ കുറവായിരിക്കും. മറ്റേത് കമ്പി കൂടുതലായിരിക്കും. ഇതിന് കമ്പി അതിൽ സ്റ്റീൽ നമ്പർ കുറവ് മതി. കാരണം നമുക്ക് അത്ര ടെൻഷൻ കൂട്ടി വയ്ക്കാൻ പറ്റും. മറ്റേ നമ്മൾ വാങ്ങിക്കുന്ന കമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു 450 അങ്ങനെ ഓരോ ഈൽഡ് സ്ട്രെസ് ഉണ്ടല്ലോ, ആ ഈൽഡ് സ്ട്രെസ്സിനൊക്കെ കൂടുതൽ സ്ട്രെസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഓഫ് സ്റ്റീൽ മെറ്റീരിയൽ അധികം വേണ്ടി വരില്ല. അപ്പോൾ ഡെഡ് ലോഡ് ഓഫ് ദ ബിൽഡിംഗ് കുറവായാലും തന്നെ ഈ ഹൈ റൈസ് ബിൽഡിങ്ങിനൊക്കെ ഡെഡ് ലോഡ് കുറഞ്ഞാൽ തന്നെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കുക ബിൽഡിംഗ്, ലോഡ് ബിയറിങ് എല്ലാത്തിനും. സോ ഇതാണ് PSC എന്ന് പറഞ്ഞാൽ പ്രീസ്ട്രെസ് കോൺക്രീറ്റ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇത്ര ഓർക്കുക. സോ ഈ ഒരു 6 ഐറ്റംസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പുതിയൊരു വിഷയമായി പുതിയ വീഡിയോയിൽ വരുന്നതാണ്. ടിൽ ദെൻ ഗുഡ് ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.